ഡിയറസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പൊ അതില് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്, ജിം മക്ഫേഴ്സൺ എന്ന് പറയുന്ന ഒരു ആള് എന്താണ് കോണി എന്ന് പറയുന്ന അയാളുടെ വൈഫിന് എഴുതിയ ഒരു ലെറ്റർ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാള് ജെൻ ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു റോൾ ടോപ്പ് ഡെസ്കിൽ നിന്ന് കണ്ടെത്തുക. അപ്പൊ ഇദ്ദേഹം ആ ജെൻ ഷോപ്പിൽ ചെന്ന് ഈ ഡെസ്ക് മേടിക്കുന്ന സമയത്ത് ധാരാളം സ്കോച്ച് മാർക്സോ വാട്ടർ മാർക്സോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എടുത്ത് ഇയാൾ എന്താണ് ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പണി തുടങ്ങിയപ്പോഴാണ് പുള്ളി ഒരു സീക്രട്ട് ഡ്രോയറിൽ എന്ത് കാണുന്നുണ്ട്, പുള്ളി ഒരു എൻവലപ്പ് കാണുന്നുണ്ട്. അപ്പൊ ഒരു എന്താണ് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം പുള്ളി എന്തിനാണ് ആ എൻവലപ്പ് ഓപ്പൺ ചെയ്ത് ആ ലെറ്റർ എടുക്കുക. അപ്പൊ ഇനി ആ ലെറ്റർ എന്താണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ട് 2 നോക്കാം. ലെറ്റർ ആണ്. Dearest Connie, I write to you in a much happier frame of mind because something wonderful has just happened that I must tell to you about at once. We were all standing in our trenches yesterday morning. Means Christmas morning. It was crisp and quiet all about, as beautiful a morning as I have ever seen, as cold and frosty as a Christmas morning should be. I should like to be able to tell you that we began it, but the truth I am ashamed to say is that Fritz began it. First, someone saw a white flower waving from the trenches opposite. Then they were calling out us from across no man's land, "Happy Christmas, Tommy! Happy Christmas!" When we had got over the surprise, some of us shouted back, "Same to you, Fritz, same to you." I thought that would be that. We all did, but then suddenly one of them was up there in his grey coat and waving a white flower. "Don't shoot us," someone shouted, and no one did. Then there was another Fritz up on the parapet, and another. "Keep your heads down," I told the man. It's a trick, but it wasn't. നോക്കാം. അപ്പൊ ലെറ്ററിൽ എന്താ പറയുന്നത്, ഡിയറസ്റ്റ് കോണി അല്ലെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കോണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ എഴുതുന്നത്. I write to you in a much happier frame of mind. I write to you, ഞാൻ നിനക്ക് എഴുതുന്നത് എങ്ങനെയാണ്, in a much happier frame of mind അല്ലെ, ഒരു ഹാപ്പിയർ ഫ്രെയിം, ഒരു സന്തോഷകരമായിട്ടുള്ള എന്താണ് ഫ്രെയിം ഓഫ് മൈൻഡ്, മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ടുമാണ് ഞാൻ നിനക്ക് ഈ ലെറ്റർ എഴുതുന്നത് അല്ലെ. അപ്പൊ ഞാൻ നിനക്ക് ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് എനിക്ക് എന്താണ്, ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. Because something wonderful has just happened. കാരണം something wonderful അല്ലെ, മനോഹരമായ ഒരു കാര്യം just happened, ഇപ്പോ അങ്ങോട്ട് സംഭവിച്ചതേ ഉള്ളൂ. That I must tell you at once. അതെനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നുന്നു. അപ്പൊ മനോഹരമായ ഒരു കാര്യം സംഭവിച്ചു, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിനക്ക് എഴുതുന്നത്. ആ കാര്യം നിന്നോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. We were all standing in our trenches. We were all standing in our trenches. നമ്മൾ എല്ലാവരും നമ്മുടെ ട്രെഞ്ചസിൽ നിൽക്കുകയായിരുന്നു. എന്താ ട്രെഞ്ചസ് എന്ന് വെച്ചാല് നമ്മുടെ എന്താണ് ഈ ഓർ ടൈമിലൊക്കെ മിലിറ്ററിക്കാരെ നിൽക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, അപ്പൊ അവരെ ഏകദേശം ഒരു ഷോൾഡർ പൊക്കത്തിൽ ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് എന്താണ് അതിന്റെ അകത്താണ് അവർ നിൽക്കുന്നത്. അതായത് ട്രെഞ്ചുകൾ നമ്മൾ ഈ വാർ ഫിലിംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. ഇപ്പൊ 1917 പോലുള്ള ഫിലിംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ട്രെഞ്ചസ് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഈ ട്രെഞ്ചസിന്റെ അകത്താണ് ഇവരെല്ലാവരും നിൽക്കുന്നത് അല്ലെ, കുഴി ഇങ്ങനെ കുഴിച്ച് അല്ലെ എന്താണ് ടണല് പോലെ ആക്കി അതിന്റെ ഉള്ളിലാണ് ഇവര് നിൽക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും ട്രെഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ യെസ്റ്റർഡേ മോർണിംഗ് മീൻസ് ക്രിസ്മസ് മോർണിംഗ് എന്നാണ്, ക്രിസ്മസ് മോർണിംഗ് ആണ് അല്ലെ. അപ്പൊ ഒരു ക്രിസ്മസ് മോർണിംഗ് ആയിരുന്നു. അപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ തമ്മിലുള്ള ഫസ്റ്റ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ എന്താണ് ജർമ്മൻകാരും തമ്മിലുള്ള ഒന്നാമത്തെ ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്തുള്ള ഒരു ക്രിസ്മസ് ഡേ ആണ് ഈ പാട്ട്. It was crisp and quiet all about. It was crisp and quiet എന്ന് വെച്ചാൽ വളരെ ശാന്തമാണ്, and crisp അല്ലെ, നല്ല എന്താണ് തണുത്ത മരവിച്ച ഒരവസ്ഥയാണ് അല്ലെ, വിന്റർ സീസൺ ആണ്. അപ്പോ എന്താണ്
The Christmas morning it was crisp and quiet all about. അല്ലേ, crisp and quiet ആണ്. പിന്നെയോ, and as beautiful morning as I have ever seen, as cold and frosty as a Christmas morning. അല്ലേ, അപ്പൊ ഏതൊരു ക്രിസ്മസ് മോർണിംഗ് പോലെ ഈ ക്രിസ്മസ് മോർണിംഗ് എന്തായിരുന്നു? It was cold and frosty. അല്ലെ, തണുത്തതും അതുപോലെ തന്നെ ഫ്രോസ്റ്റി. എന്താ ഫ്രോസ്റ്റി എന്ന് വെച്ചാൽ മഞ്ഞ് നിറഞ്ഞു, അല്ലെ, മഞ്ഞുകൾ കൊണ്ടുപോകും, മൂടൽ മഞ്ഞ്. I should like to be able to tell you that we began it, but the truth I am ashamed to say is that Fritz began it. First, someone saw a white flag waving from the trenches opposite. Then they were calling out us from across no man's land, "Happy Christmas, Tommy! Happy Christmas!" When we had got over the surprise, some of us shouted back, "Same to you, Fritz! Same to you!" I thought that would be that. We all did, but then suddenly one of them was up there in his grey coat and waving a white flag. "Don't shoot out!" someone shouted, and no one did. Then there was another Fritz upon the parapet, and another. "Keep your heads down," I told the men. It is a trick, but it wasn't. I should like to be able to tell you. I should like to be able to tell you. ഞാൻ ഇങ്ങനെ നിന്നോട് പറയാനായിരുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ്? That we began it. നമ്മളാണ് അത് ആരംഭിച്ചത് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. But the truth, പക്ഷെ സത്യം എന്തെന്ന് പറയട്ടെ, the Fritz began it. ആരാണ് ഇത് ആരംഭിച്ചത്? Fritz ആണ്. എന്താ Fritz എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ സോൾജേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Fritz എന്ന് പറയും. അപ്പൊ നമ്മളല്ലേ ആരംഭിച്ചത്? ഇത് ശരിക്കും ആരംഭിച്ചത് ആരായിരുന്നു? ഫ്രിറ്റ്സ്, അല്ലെ? അപ്പൊ ജർമ്മൻസും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്, അല്ലെ? അപ്പോ എന്താണ്? ഫ്രിറ്റ്സ് ആണ് ഇത് ശരിക്കും, ജർമ്മൻസ് ആണ് ഈ കാര്യം തുടങ്ങി വെച്ചത് എന്ന് പറയാൻ എനിക്ക് ചെറിയൊരു അക്ഷയം, അല്ലെ, നാണക്കേടുണ്ട്. എന്നിട്ടോ, first someone saw a white flag waving from the trenches opposite. First, ആദ്യം someone saw a white flag waving from opposite. ഓപ്പോസിറ്റ് ട്രെഞ്ചിൽ നിന്ന് എന്താണ്? someone saw, അല്ലെ? നമ്മളിൽ ആരോ കണ്ടു, ഓപ്പോസിറ്റ് ട്രെഞ്ചിൽ നിന്ന് ആരോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൈറ്റ് ഫ്ലാഗ് വേവ് ചെയ്യുന്നു, ഒരു വെള്ളക്കൊടി എന്ത് ചെയ്യുക? വീശുക, അല്ലെ? Then they were calling out to us from across no man's land. Then എന്നിട്ട് എന്ത് ചെയ്തു? Then they were calling out to us from across no man's land. No man's land, എന്താ no man's land എന്ന് വെച്ചാൽ ഒരു യുദ്ധം നടക്കുമ്പോൾ തന്നെ എന്താണ്? ഇപ്പൊ ഒരു സൈഡില് ഒരു ആർമി, മറു സൈഡിൽ മറ്റൊരാർമി, ഇതിന്റെ നടുക്ക് കിടക്കുന്ന കുറെ, അല്ലെ, ഇതിന്റെ മിഡിൽ കിടക്കുന്ന കുറെ ഏരിയയാണ്, അതിനെയാണ് നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? നോമാൻസ് ലാൻഡിലേക്ക് വന്നു നിന്നിട്ട് വിളിച്ചു പറയുകയാണ്, എന്താണ്? ഹാപ്പി ക്രിസ്മസ് ടോമി, ഹാപ്പി ക്രിസ്മസ്, അല്ലെ? ഹാപ്പി ക്രിസ്മസ് ടോമി. ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബ്രിട്ടീഷ് സോൾജേഴ്സിനെയാണ് നമ്മള് ടോമി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രിറ്റ്സ് എന്ന് വെച്ചാൽ ആരാണ്? ഫ്രിറ്റ്സ്, ജർമ്മൻസ്. ടോമി എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷ്, അല്ലെ? അപ്പോ ഇവരോട് വിളിച്ചു പറയാണ്, ഹാപ്പി ക്രിസ്മസ് ടോമി, ഹാപ്പി ക്രിസ്മസ്. എന്നിട്ടോ, when we had got over the surprise, നമ്മുടെ ആ സർപ്രൈസ് ഒന്ന് മാറിയപ്പോൾ, എന്തുകൊണ്ടാണ് സർപ്രൈസ് ആകാൻ കാരണം? കാര്യം രണ്ടുപേരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്, അല്ലെ? ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും തമ്മിൽ യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ ഇടയിലാണ് ഇവർ വന്നിട്ട് എന്ത് പറയുന്നത്? ഹാപ്പി ക്രിസ്മസ് പറയുന്നത്. ആര്? ഈ ജർമ്മൻസ്. അപ്പൊ ജർമ്മൻസ് പെട്ടെന്ന് ഇങ്ങനെ ക്രിസ്മസ് വിഷയത്തിൽ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടായി ആദ്യമൊക്കെ. ആ സർപ്രൈസ് ഒക്കെ മറികടന്നപ്പോൾ എന്താണ്? someone shouted back, അല്ലെ? നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ തിരിച്ചു വിളിച്ചു പറഞ്ഞു, same to you Fritz, same to you, അല്ലെ? നിങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വിഷ് ചെയ്യുന്നു എന്ന് തിരിച്ചു പറഞ്ഞു. I thought that would be that. അത് അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. But sorry, we all did. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതി. അപ്പൊ നമ്മളെല്ലാവരും കരുതി that would be that. ഇത് ഇത്രയേ ഉള്ളൂ എന്നാണ് കരുതി, അല്ലെ? But then suddenly one of them was up there in this grey coat and waving a white flag, അല്ലെ? But suddenly, പക്ഷേ പെട്ടെന്ന് one of them was up there in this grey coat, അല്ലെ? grey coat ഒക്കെ ഇട്ടുകൊണ്ട്, grey color coat ഒക്കെ ഇട്ടുകൊണ്ട് one of them was up, അല്ലെ? അവരിൽ ഒരാൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് എഴുന്നേറ്റ്, waving a white flag. അപ്പോഴും എന്ത് ചെയ്യാണ്? വൈറ്റ് ഫ്ലാഗ് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. Don't shoot lads. അപ്പോൾ ട്രെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് നോമാൻസ് ലാൻഡിൽ വന്ന് അവിടെ നിൽക്കുകയാണ്,
അപ്പൊ ഞാൻ എല്ലാവരോടുമായിട്ട് വിളിച്ചു പറഞ്ഞു, കീപ് യുവർ ഹെഡ്സ് ഡൗൺ, അല്ലെ എല്ലാവരും തല താഴ്ത്തി പിടിക്കൂ. ഇറ്റ് വുഡ് ബി എ ട്രിക്ക്. ഇത് എന്തായിരിക്കാം? ഒരു ട്രിക്ക് ആയിരിക്കാം, അല്ലെ അവരുടെ എന്തെങ്കിലും ഒരു ട്രിക്ക് ആയിരിക്കാം, നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ട്രിക്ക് ആയിരിക്കാം അവർ കാണിക്കുന്നതെന്ന് ഞാൻ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു. ബട്ട് ഇറ്റ് വാസ്, പക്ഷെ ഒരിക്കലും അതെന്തായിരുന്നില്ല, ഒരു ട്രിക്ക് ആയിരുന്നു. One of the Germans was waving a bottle above his head. It is Christmas Day, Tommy. We have schnapps, we have sausage, we meet you. Yes, by this time there were dozens of them walking towards us across no man's land, and not a rifle between them. Little Private Morris was the first up. Come on, boys, what are we waiting for? And then there was no stopping them. I was the officer. I should have stopped them there and then, I suppose. But the truth is that it never occurred to me I should. All along their line and ours, I could see men walking slowly towards one another. Grey coats, khaki coats, meeting in the middle. And there was one of them. I was part of this. In the middle of walk, we were making peace. Okay. One of the Germans was waving a bottle above his head. One of the Germans, ജർമ്മൻകാരിൽ ഒരാൾ വേവിങ് എ ബോട്ടിൽ, അല്ലെ ഒരു ബോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വീശി കാണിക്കുന്നു. above his head, അയാളുടെ തലയ്ക്ക് മുകളിലൂടെ വീശി കാണിക്കുന്നു. എന്നിട്ട് പറയാ, ഇറ്റ് ഈസ് ക്രിസ്മസ് ഡേ ടോമി, ഇന്ന് എന്താണ്, ക്രിസ്മസ് ആണ്, അല്ലെ വി ഹാവ് സ്നാപ്സ്, നമ്മുടെ കയ്യിൽ എന്തിരിപ്പുണ്ട്, സ്നാപ്സ്. സ്നാപ്സ് എന്ന് വെച്ചാൽ ജർമ്മൻ ഡ്രിങ്ക് ആണ്. അപ്പോ അതാണ് ഇങ്ങനെ വീശി കാണിക്കുന്നത്. വി ഹാവ് സ്നാപ്സ്, നമ്മുടെ കയ്യിൽ സ്നാപ്സ് ഇരിപ്പുണ്ട്. ആൻഡ് വി ഹാവ് സോസേജ്, എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ സോസേജ് കൊണ്ട്. വി മീറ്റ് യു, യെസ് നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി. ഓക്കെ അല്ലെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. By this time there were dozens of them walking towards across no man's land, അല്ലെ, and there was no rival between them. ആ സമയം dozens of them, അല്ലെ എന്താണ്, ഡസനോളം ജർമ്മൻ സോൾജേഴ്സ് നോ മാൻസ് ലാൻഡിലേക്ക് നടന്നു വരികയാണ്. and there was no rival between them. അവരുടെ കയ്യിൽ, അവരുടെ ഇടയിൽ എന്തില്ല, ഒരു റൈഫിൾ പോയി, ഒരു തോപ്പോ മറ്റൊരു ആയുധങ്ങളും ഇല്ലാണ്ട് ഈ സ്നാപ്സും സോസേജും ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്യാണ്, അവിടെ നിന്ന് നോമാൻസ് ലാൻഡിലേക്ക്, ജർമ്മൻസിന്റെ ട്രെഞ്ചിൽ നിന്ന് നോമാൻസ് ലാൻഡിലേക്ക് നടന്നു വരികയാണ്. ലിറ്റിൽ പ്രൈവറ്റ് മോറിസ് വാസ് ദ ഫസ്റ്റ്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ലിറ്റിൽ പ്രൈവറ്റ് മോറിസ് ആയിരുന്നു എന്താണ്, ആദ്യം എഴുന്നേറ്റത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കം ഓൺ ബോയ്സ്, അല്ലെ വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ, നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്, വരൂ നമുക്ക് അവരുടെ കൂടെ പോയി എന്ത് ചെയ്യാം, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. And then there was no stopping them. പിന്നീട് അവരെ ആർക്കും തടയാനേ കഴിയില്ല, അല്ലെ. അപ്പോ ഇത് കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാരും എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. എന്നിട്ടോ I was the officer, അവരുടെ ഏറ്റവും വലിയ ഓഫീസർ ഞാനായിരുന്നു. I should have stopped them there and then, അല്ലെ I should have stopped them, എനിക്ക് വേണമെങ്കിൽ അവരെ തടയാമായിരുന്നു. I suppose, but the truth is that it never even occurred to me I should. But the truth, പക്ഷെ സത്യസന്ധമായിട്ട് പറയട്ടെ, എന്താണ്, it didn't even occur to me, അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നതേ ഇല്ല, അല്ലെ. അപ്പൊ ഇവരെ തടയണം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ അപ്പോൾ വന്നതേ ഇല്ല, അല്ലെ. എനിക്ക് വേണമെങ്കിൽ, ഞാനാണ് അവിടുത്തെ ഓഫീസർ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരെ എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്ത പോലും ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നു. പിന്നെയോ, all along their line and ours, I could see men walking slowly towards one another, അല്ലെ. അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാമായിരുന്നു men walking towards one another, അല്ലെ. ഓരോരുത്തരായി വന്ന് എന്ത് ചെയ്യാണ്, അവിടെ നിന്നും ഇവിടെ നിന്നും ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടി ചേർന്ന് കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടോ ഗ്രേ കോട്ട്സ്, ഖാക്കി കോട്ട്സ് മീറ്റിംഗ് ഇൻ ദ മിഡിൽ, അല്ലെ. ഗ്രേ കോട്ട്സ് അതായത് ജർമ്മൻസും, ഖാക്കി കോട്ട്സ് ആരാണ്, ബ്രിട്ടീഷുകാർ, അല്ലെ. അപ്പൊ ജർമ്മൻസും ബ്രിട്ടീഷുകാരും എന്ത് ചെയ്യാണ്, ആ നോമാൻസ് ലാൻഡിന്റെ മിഡിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, കണ്ടുകൊണ്ടത്. ആൻഡ് ഐ വാസ് വൺ ഓഫ് ദം, അവൻ ഒരാളായിരുന്നു ഞാൻ. ഐ വാസ് പാർട്ട് ഓഫ് ദിസ്, ഞാനും അതിന്റെ ഒരു ഭാഗമായി. ഇൻ ദ മിഡിൽ ഓഫ് ദ വാർ, ഈ മഹത്തായ യുദ്ധത്തിന്റെ മധ്യത്തിൽ we were making peace, നമ്മൾ എന്ത് ഉണ്ടാക്കുകയായിരുന്നു, സമാധാനം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഗ്രേറ്റ് വാർ നടക്കുകയാണ്, ഫസ്റ്റ് വേൾഡ് വാർ നടക്കുകയാണ്.
നടക്കുകയാണ് അല്ലെ. അപ്പൊ ആ സമയത്താണ് ആ ക്രിസ്മസ്, അതിന്റെ ഇടയിലുള്ള ക്രിസ്മസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവരെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഈ യുദ്ധത്തിന്റെ നടുവിൽ they were making peace, അവർ സമാധാനം സൃഷ്ടിക്കുകയായിരുന്നു. You cannot imagine, dearest Connie, my feelings as I looked into the eyes of the Fritz officer who approached me, hand outstretched, hand full, he said, gripping my hand warmly and holding it. I am from Düsseldorf. I play the cello in the orchestra. Happy Christmas. You cannot imagine. നിനക്ക് ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. നിനക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഡിയറസ്റ്റ് കോണി അല്ലെ, ഏറ്റവും പ്രിയപ്പെട്ട കോണി, നിനക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്താണ് മൈ ഫീലിങ്സ്, എന്റെ ആ ഉള്ളിലുണ്ടായ ആ വികാരം അല്ലെ. As I looked into the eyes of the Fritz officer, അല്ലെ, ഒരു ഫ്രിറ്റ്സ് ഓഫീസറിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്കുണ്ടായ ആ വികാരം എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ അല്ലെ, സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല. അപ്പോ that Fritz officer approached me, അദ്ദേഹം എങ്ങനെയാണ് എന്നെ അപ്രോച്ച് ചെയ്തത്, എന്റെ അരികിലേക്ക് വന്നത്, ഹാൻഡ്സ് ഔട്ട്സ്ട്രെച്ച്ഡ് അല്ലെ, കൈകൾ വിടർത്തിക്കൊണ്ടാണ് എന്റെ അരികിലേക്ക് വന്നത് അല്ലെ, ഒരു ഹഗ്ഗിന് വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹാൻഡ്സ് ഫുൾ, അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഹാൻഡ്സ് ഫുൾ എന്നാണ്. പിന്നെയോ he gripping my hand warmly and holding it അല്ലെ, എന്റെ കൈകൾ ഞെരിച്ചുകൊണ്ട് അതിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു I am from Düsseldorf. ഡസൽഡോഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ഞാൻ കണ്ടത്. I play the cello in the orchestra. ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു, I play the cello in the orchestra. ഓർക്കസ്ട്രയിൽ ഞാൻ സെല്ലോ പ്ലേ ചെയ്യുകയായിരുന്നു. സെല്ലോ അറിയാലോ, ലാർജ് വയലിനെയാണ് നമ്മൾ സെല്ലോ അല്ലെ. അപ്പൊ ഞാനൊരു ഓർക്കസ്ട്രയിൽ സെല്ലോ പ്ലേ ചെയ്യുന്ന ആളായിരുന്നു. ആ ഞാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ യുദ്ധത്തിന് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ യുദ്ധത്തിന് മുമ്പ് I was playing cello in the orchestra അല്ലെ, ഞാൻ എന്ത് ചെയ്യായിരുന്നു, ഓർക്കസ്ട്രയില് സെല്ലോ പ്ലേ ചെയ്യുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് അല്ലെ. അപ്പൊ ഇദ്ദേഹം പറയാമോ, ക്യാപ്റ്റൻ ജിം മക്ഫേഴ്സൺ, I replied, and a happy Christmas to you too. I am a school teacher from Dawson in the best of English. അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് എന്താണ്, ക്യാപ്റ്റൻ ജിം മക്ഫേഴ്സൺ, ഞാനാണ് ക്യാപ്റ്റൻ ജിം മക്ഫേഴ്സൺ, and a happy Christmas to you too അല്ലെ, നിങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. I am a school teacher from Dorset. ഞാൻ ഡോർസറ്റിൽ നിന്ന് വരുന്ന ഒരു സ്കൂൾ ടീച്ചറാണ്. in the west of England. ഈ ഡോർസറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആണ്, ഇംഗ്ലണ്ടിന്റെ വെസ്റ്റ് സൈഡ്, അതായത് പടിഞ്ഞാറൻ ഭാഗത്തുള്ള എന്താണ് ഡോർസറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂൾ ടീച്ചറാണ് ഞാൻ. അപ്പൊ യുദ്ധം നടത്തുന്ന സമയത്ത് ഡിഫറെന്റ് ഒക്കുപേഷൻസുള്ള ആൾക്കാരെല്ലാവരും ഇതിലേക്ക് വരും, ഈ ആർമിയിലേക്ക് വരും. അപ്പൊ അവിടെ ഒരു ഓർക്കസ്ട്രയിൽ സെല്ലോ പ്ലേ ചെയ്യുന്ന ആളെ ആൻസോട്ട് എന്ന് പറയുന്ന വ്യക്തി അവരുടെ ആർമിയിൽ വരുന്നു. ഇവിടെ എന്താണ് ഒരു സാധാരണ സ്കൂൾ ടീച്ചർ ആയിരുന്ന വ്യക്തി ഇവരുടെ ആർമിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയാണ് യുദ്ധ സമയത്ത് അന്ന് സംഭവിച്ചത് അല്ലെ. Dorset, he smiled. I know this place. I know it very well. He shared my rum ration and his excellent sausage, and we talked for me. How we talked? He spoke almost perfect English, but it turned out that he had never set foot in Dorset, never even been to England. He had learned all he knew of England from school and from reading books in English. His favorite writer was Thomas Hardy. His favorite book, Far from the Madding Crowd. So out there in no man's land, we talked of Bathsheba and Gabriel and the surgeon in Troy and of Dorset. He had a wife and one son, born just 6 months ago. As I looked about me, there were huddles of khaki and grey everywhere. All over no man's land, smoking, laughing, talking, drinking, eating. Handsome and I shared what was left in your wonderful Christmas cake for me. He thought the merciful was the best he had ever tasted. I agreed. We agreed about everything, and he was my enemy. There never was a Christmas party like this all. അപ്പൊ ജിം മക്ഫേഴ്സൺ ഡോർസറ്റിൽ നിന്നുമാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ ഡോർസറ്റിൽ നിന്നുമാണ് അല്ലേ. I know this place. എനിക്ക് എന്തറിയാം, ഈ സ്ഥലം എനിക്കറിയാം, ഡോർസറ്റ് എന്ന് പറയുന്ന സ്ഥലം എനിക്കറിയാം. I know it very well. എനിക്കത് വളരെ നന്നായി അറിയാം. We shared my rum ration. എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ rum ration, നമുക്ക് കിട്ടുന്ന റം ഷെയർ ചെയ്തു, പങ്കുവച്ചു. And his excellent sausage. അതുപോലെ തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന സോസേജ്
നമ്മൾ പങ്കുവെച്ച് കഴിച്ചു അല്ലേ. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന റമ്മും അയാളുടെ കയ്യിലുണ്ടായിരുന്ന സോസേജും നമ്മൾ പങ്കുവെച്ച് കഴിച്ചു. And we talked the pony. Then we talked. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സംസാരിച്ചു. How we talked? അല്ലെ എങ്ങനെയാ സംസാരിച്ചതെന്ന് അറിയോ? He spoke almost perfect English. He spoke. അദ്ദേഹം സംസാരിച്ചു. Almost perfect English. ഏകദേശം പെർഫെക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. But it turned out that he had never set foot in Dorset. never been to England. പക്ഷെ പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത്. എന്താണ്? He had never set foot in Dorset. Dorset എന്ന് പറയുന്ന സ്ഥലം നന്നായി അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും he never set foot on Dorset. ഡോസറ്റിൽ എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം കാലെടുത്ത് വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇതുവരെയും എവിടേക്ക് വന്നിട്ടില്ല? ഡോസറ്റിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. നെവർ ഈവൻ ടു ഇംഗ്ലണ്ട്. എവിടേക്ക് പോലും അദ്ദേഹം വന്നിട്ടില്ല. ഇംഗ്ലണ്ടിലേക്ക് പോലും അദ്ദേഹം വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, ഡോസറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് അറിയാം. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരിക്കൽ പോലും ഇംഗ്ലണ്ടിലേക്കോ ഡോസറ്റിലേക്കോ വന്നിട്ടില്ല. He had learned all he knew of England from school. He had learned all he knew of England from school. സ്കൂളിൽ നിന്നാണ് ഇംഗ്ലണ്ടിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ പഠിച്ചത്. എന്നിട്ടോ and from reading books in English. അതുപോലെ തന്നെ റീഡിംഗ് ബുക്സ് ഇൻ ഇംഗ്ലീഷ് അല്ലെ, പുസ്തകങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. His favorite writer was Thomas Hardy. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിരുന്നു തോമസ് ഹാർഡി. His favorite book, ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് ഏതാണെന്ന് വെച്ചാലോ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് അല്ലെ, ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്നുള്ള തോമസ് ഹാർഡിയുടെ ബുക്കാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം. സോ ഔട്ട് ദേർ ഇൻ നോ മാൻസ് ലാൻഡ് അല്ലെ, എന്താണ് അങ്ങനെ നോ മാൻസ് ലാൻഡിൽ ഇരുന്നുകൊണ്ട് we talked of Bathsheba and Gabriel and Sergeant Troy and Dorset. നമ്മൾ എന്തിനെയൊക്കെ കുറിച്ച് സംസാരിച്ചു? ബാത്സബയെ കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് ഗബ്രിയലോക്കിനെ കുറിച്ച്, സെർജിയന്റ് ട്രോയെ കുറിച്ച്, ഡോർസറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതൊക്കെ പുസ്തകത്തിലെ എന്താണ് ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ അദ്ദേഹം പുസ്തകം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പിന്നെയോ he had a wife and one son. അദ്ദേഹത്തിന് ഒരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. born just 6 months ago. അപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടി ജനിച്ചിട്ട് എത്ര മാസമേ ആയിട്ടുള്ളൂ? 6 മാസമേ ആയിട്ടുള്ളൂ. As I looked about me, there was huddles of khaki and grey everywhere. As I looked about me, അല്ലെ around me എന്നാണ് കേട്ടോ. എന്താണ്? as I looked around me, ഞാൻ എനിക്ക് ചുറ്റും നോക്കിയപ്പോ there was huddles അല്ലെ, എന്താണ് of khaki and grey അല്ലെ, കൂട്ടമായിട്ട് എന്ത് കാണാൻ പറ്റും? khaki grey അല്ലെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്താണ് ഇഴുകി ചേർന്ന് നിൽക്കുകയാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സംസാരിച്ച് നിൽക്കുകയാണ്. അവരെന്തൊക്കെയാ ചെയ്യുന്നത്? They are smoking, laughing, talking, drinking, eating അല്ലെ. They are laughing, they are talking, they are drinking അല്ലെ. അപ്പൊ എന്താണ് അവരെന്താണ് ക്രിസ്മസ് ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞും ചിരിച്ചും അല്ലെ കുടിച്ചും ഇരുന്നും ഒക്കെ എന്ത് ചെയ്യാണ്? സെലിബ്രേറ്റ് ചെയ്യാണ് ചുറ്റുമുള്ള എല്ലാവരും, ജർമ്മൻസ് ഇംഗ്ലണ്ട്. Hands on and I shared what was left in your beautiful, wonderful Christmas cake for me. He thought the marzipan was the best he had ever tasted. അല്ലെ, എന്നിട്ട് പറയാണ് എന്താണ്? Hands on and I shared what was left of your wonderful Christmas cake. നീ ഉണ്ടാക്കി തന്ന ക്രിസ്മസ് കേക്കിൽ ബാക്കി ഉണ്ടായിരുന്നു അല്ലെ, ആ മനോഹരമായ ക്രിസ്മസ് കേക്കിൽ ബാക്കി ഉണ്ടായിരുന്നത് ഞാനും ഹാൻസൂട്ടും ചേർന്ന് കഴിച്ചു. എന്നിട്ടോ he thought the marzipan was the best he had ever tasted. അല്ലെ, എന്താണ് അദ്ദേഹം കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല മാർസിപ്പൻ ഇതാണ്. എന്താ മാർസിപ്പൻ എന്ന് വെച്ചാൽ സ്വീറ്റ് കവറിംഗ് കേക്ക് മേഡ് ഫ്രം ഷുഗർ എഗ്സ് ആൻഡ് ആൽമണ്ട്സ് അല്ലെ, നമ്മൾ ക്രീം കേക്ക് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനം. അപ്പൊ എന്താണ് അദ്ദേഹം ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല മാർസിപ്പൻ ആണ് അതെന്ന് പറഞ്ഞു. എന്നിട്ടോ I agreed. ഞാനത് സമ്മതിച്ചു. We agreed about everything അല്ലെ, എല്ലാ കാര്യങ്ങൾക്കും എന്താണ് അയാൾ പറയുന്നതിനോടൊക്കെ എനിക്കും എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. And he was my enemy. പക്ഷെ എന്നാൽ പോലും എന്താണ് he was my enemy. അയാളുടെ ശത്രുവാണ്. പക്ഷെ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എഗ്രി ചെയ്യുന്നുണ്ട്. There never was a Christmas party like it for me. അല്ലെ, ഇതുപോലൊരു ക്രിസ്മസ് പാർട്ടി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അല്ലെ, ഇതുപോലൊരു ക്രിസ്മസ് പാർട്ടി ഉണ്ടായിട്ടേ.
എന്ന് വെച്ചാൽ എന്താണ് ശത്രുക്കളാണ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. Then someone, I don't know who, brought out a football. Great pots were dumped in piles to make gold pots, and in the next thing we knew, it was Tommy against Chris out in the middle of no man's land. Hans and I looked on and cheered, clapping our hands and stamping our feet to keep out the pot as much as anything. There was a moment when I noticed our breaths mingling in the air between us. He saw it too and smiled. Jim McPherson, he said after a while, I think this is how we should resolve this war. A football match. No one dies in a football match. No children are orphaned. No wives become widows. Then someone, I don't know who. പിന്നെ ആരോ I don't know who. ആരാണെന്ന് എനിക്കറിയില്ല. brought out a football. എന്ത് കൊണ്ടുവന്നു? ഒരു ഫുട്ബോൾ കൊണ്ടുവന്നു. Great pots were dumped in piles to make gold pots. അപ്പോൾ തന്നെ great pots എന്ത് ചെയ്തു? ഗോൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലെ. And the next thing we knew അല്ലെ, അടുത്ത എനിക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്? It was Tommy against Chris out in the middle of no man's land. No man's land in the middle അല്ലെ. എന്താണ്? ടോമിയും ഫ്രിഡ്സും ചേർന്ന് കളിക്കുകയാണ്, ഫുട്ബോൾ കളിക്കുകയാണ്. ഹാൻസ് വുൾഫ് ആൻഡ് I looked on and cheered അല്ലെ. ഹാൻസ് വുൾഫും ഞാൻ എന്ത് ചെയ്തു? ഇത് കണ്ടുകൊണ്ടിരുന്ന് അവരെ cheer ചെയ്തു അല്ലെ, അവരെ പ്രോത്സാഹിപ്പിച്ചു. Clapping our hands and stamping our feet to keep out the cold as much as anything അല്ലെ. അതുപോലെ തന്നെ എന്താണ്? We clapped our hands and stamped our feet അല്ലെ. നമ്മൾ കൈയും കാലുമൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ കൊട്ടാൻ തുടങ്ങി. അത് പ്രോത്സാഹനത്തിന് വേണ്ടി മാത്രമല്ല, എന്തിനുകൂടി വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്? ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ കൂടി വേണ്ടിയിട്ട് നമ്മൾ കൈയും കാലുമൊക്കെ ഇട്ട് തട്ടി പ്രോത്സാഹിപ്പിക്കാൻ അല്ലെ. There was a moment when I noticed our breaths mingling in the air between us അല്ലെ. There was a moment, ഒരു സമയത്ത് I noticed, ഞാൻ ശ്രദ്ധിച്ചത് our breaths mingling in the air between us അല്ലെ. നമുക്ക് ചുറ്റുമുള്ള സ്ഥലത്ത് നമ്മുടെ ബ്രീത്തിങ് എയർ അല്ലെ, എന്താണ് നമ്മുടെ ശ്വാസം മിങ്കിൾ ചെയ്യുന്നത്, കൂടിക്കലരുന്നത് ഞാനാണ്. എന്നുവെച്ചാൽ എല്ലാവരും എന്താണ് ഒരുപോലെ ശ്വസിക്കുന്നു അല്ലെ, ഒരുപോലെ ആഘോഷിക്കുന്നു, എല്ലാവരും ഒരുപോലെയുള്ള മനുഷ്യരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ടോ he saw it too and smiled. അദ്ദേഹവും അത് ശ്രദ്ധിച്ചു and smiled അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, Jim McPherson, he said after a while, I think this is how we should resolve this war. I think, ഞാൻ കരുതുന്നു, this is how we should resolve this war അല്ലെ. ഈ യുദ്ധം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെ? a football match, ഒരു ഫുട്ബോൾ മാച്ചിലൂടെ. No one dies in a football match. ഒരു ഫുട്ബോൾ മാച്ചിലാകുമ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല? No one dies in a football match. ആരും മരിക്കുന്നില്ല. No children are orphans. ഒരു കുട്ടി പോലും അനാഥനാകുന്നില്ല. No wives become widows അല്ലെ. ഒരു ഭാര്യ പോലും വിധവയാകുന്നില്ല. അപ്പൊ എന്ത് പ്രശ്നമുണ്ടെങ്കിലും യുദ്ധത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒരു ഫുട്ബോൾ മാച്ചിലൂടെ പരിഹരിക്കാമായിരുന്നു. കാരണം എന്താണ്? ഒരു ഫുട്ബോൾ മാച്ച് നോക്കുമ്പോൾ അതിൽ ഒരാൾ പോലും മരിക്കുന്നില്ല, ഒരു കുട്ടിയും അനാഥനാകുന്നില്ല, ഒരു കുട്ടിയും അല്ലെങ്കിൽ ഒരു സ്ത്രീ പോലും എന്ത് ചെയ്യുന്നില്ല? വിധവയുമാകുന്നില്ല, ഒരു നാശനഷ്ടവും ഉണ്ടാകുന്നില്ല, ഒരു കോൺസിക്വൻസസും അതിന് ഇല്ല അല്ലെ. എല്ലാവരിലും സമാധാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ? ഈ യുദ്ധം നമ്മൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ വാറിനെ എതിർക്കുകയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വേർഡ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് അല്ലെ. ഒരു ഓർക്കസ്ട്രയിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ സെല്ലോ പ്ലേ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ എല്ലാവരെയും പോലെ ഒരു കോമൺ മാനാണ് അദ്ദേഹം. അദ്ദേഹം എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? ഹീസ് ലോങ്ങിങ് ഫോർ പീസ്. സമാധാനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ, എന്താണ്? നമുക്ക് ഈ യുദ്ധമൊന്നും വേണ്ടിയിരുന്നില്ല, നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം. എന്താണ്? ഒരു ഫുട്ബോൾ മാച്ച് ഒരു ദിവസം പരിഹരിച്ചാൽ മതി. കാരണം എന്താണ്? നമ്മുടെ സമാധാനം മാത്രമേ ഉള്ളൂ, ആർക്കും ഒന്നും നഷ്ടമാകുന്നതേയില്ല ഒരു ഫുട്ബോൾ മാച്ചിലൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, I would prefer cricket. I told him. Then we always could be sure of winning probably. We laughed at that and together we watched the game. Sad to say,
Coney, Fritz won 2 goals to 1, but as Hansel generously said, our goal was wider than theirs, so it wasn't quite fair. അപ്പോൾ ഇതേപോലെ ഫുട്ബോൾ മാച്ച് കണ്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് പറയുന്നത്. ജിം അപ്പോസർ എന്താ പറയുന്നറിയോ? ഐ വുഡ് പ്രിഫർ ക്രിക്കറ്റ്. ഞാനായിരുന്നു ഫുട്ബോൾ തിരഞ്ഞെടുക്കില്ലായിരുന്നു, ക്രിക്കറ്റ് ആയിരുന്നു ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഐ ടോൾഡ് ഹിം. Then we Thomas could be sure of winning. ക്രിക്കറ്റ് ആണ് കളിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവർ ടോമിസ് അല്ലെ, അതായത് ഇംഗ്ലീഷിലാണ് തന്നെ ഉറപ്പായിട്ടും ക്രിക്കറ്റിൽ വിജയിക്കും. കാരണം എന്താണ്? ഫുട്ബോള് പ്രസക്തമല്ല ക്രിക്കറ്റ് ജർമ്മൻസിന് അത്ര എന്നല്ല ഫേവറബിൾ അല്ല, അല്ലെ അവരങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നവരല്ല. അപ്പോഴേ ക്രിക്കറ്റ് ആണ് മത്സരം നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആര് തന്നെ ജയിക്കും? ഇംഗ്ലണ്ടുകാർ തന്നെ ജയിക്കും. പക്ഷെ ഫുട്ബോൾ ആവുമ്പോൾ രണ്ടുപേർക്കും തുല്യ സാധ്യതകളുണ്ട്, അല്ലെ രണ്ടുപേരും വളരെ ശക്തമായ ടീമുകളുണ്ട്. എന്നിട്ട് പറയാം we laughed at that, അല്ലെ അതിന് നമ്മൾ രണ്ടുപേരും ചിരിച്ചു. and together we watched the game, അല്ലെ എന്നിട്ട് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ഗെയിം കണ്ടു. sad to say, അറിയാൻ സങ്കടമുണ്ട്. എന്താണ്? the Fritz won. ആരാണ് ഇത് ജയിച്ചത്? ജർമ്മൻസ് ആണ് ജയിച്ചത്. 2 goals to 1, 2-1 ജർമ്മൻസ് ജയിച്ചു. but as Hansel generously said, പക്ഷേ അതുകൊണ്ട് ഹാൻസോൾ വളരെ ജനറസ് ആയിട്ട്, അല്ലെ വളരെ എന്താണ് കൈൻഡ് ആയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവർ ഗോൾ വാസ് വൈഡർ ദാൻ ദെയർസ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് അവരുടെ ഗോളിനേക്കാൾ വൈഡർ ആയിരുന്നു, അല്ലെ അവർക്ക് നാരോ ഗോൾ പോസ്റ്റും നമുക്ക് വൈഡർ ഗോൾ പോസ്റ്റും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഫെയർ അല്ല, ആ റിസൾട്ട് ഫെയർ അല്ല, ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. The time came and all too soon when the game was finished, the schnapps and the rum and the sausage had long since run out and we knew it was all over. I wished Hans well and told him I hoped he would see his family again soon, that the fighting would end and we could all go home. The time came. അങ്ങനെ സമയം, അല്ലെ and all too soon, വളരെ പെട്ടെന്ന് തന്നെ when the game was finished, അല്ലെ എന്താണ് നമ്മുടെ കളി പൂർത്തിയായ ഉടനെ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ഫ്രഞ്ചിലേക്ക് പോകാനുള്ള സമയമായിരുന്നു. The schnapps and the rum and the sausage are long since run out, അല്ലെ സ്നാപ്സും അതുപോലെ തന്നെ റമ്മും സോസേജും എല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞു പോയിരുന്നു, അല്ലെ അപ്പൊ അതെല്ലാം അവർ നേരത്തെ തന്നെ കഴിച്ചും കുടിച്ചൊക്കെ തീർത്തു. അപ്പൊ എന്താണ് ഈ സോസേജും റമ്മും സ്നാപ്സും എല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞു പോയിരുന്നു, അല്ലെ ഇപ്പൊ ഗെയിം എന്ത് ചെയ്തിരിക്കുകയാണ്? തീർന്നിരിക്കുകയാണ്. പിന്നെയോ and we knew it was all over. അതിനോടൊപ്പം ഈ സമയം, അല്ലെ ഒരുമിച്ചുള്ള ഈ സമയവും കഴിഞ്ഞിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. He turned to I wished Hans well, അല്ലെ ഞാൻ എന്ത് ചെയ്തു? ഹാൻസിന് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെയോ and told him, എന്നിട്ട് അവരോട് പറഞ്ഞു I hoped he would see his family again soon, അല്ലെ നീ വീണ്ടും നിന്റെ ഫാമിലിയെ ചെന്ന് കാണും, അല്ലെ അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞ് എന്താണ് നിനക്ക് നിന്റെ ഫാമിലിയെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്തു? വിഷയം that the fighting would end and we could all go home, അല്ലെ അപ്പൊ അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. the fighting would end. എന്ത് ചെയ്യും? ഈ ഫൈറ്റിംഗ് അവസാനിക്കും, ഈ പോരാട്ടം, ഈ യുദ്ധം ഉടനെ തന്നെ അവസാനിക്കും. and we could all go home. നമുക്ക് എല്ലാവർക്കും എവിടേക്ക് തിരിച്ചു പോകാൻ സാധിക്കും? വീട്ടിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ ജിം അപ്പോസർ ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹവും എന്താണ്? ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല. അദ്ദേഹത്തിനും തിരിച്ചെന്താണ്? യുദ്ധമൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും എവിടെ എത്തിച്ചേർന്നാൽ മതി? വീട്ടിലെത്തിച്ചേർന്നാൽ മതി എന്ന് മാത്രം ആഗ്രഹമുള്ള ആൾക്കാരാണ്, അല്ലെ ഇപ്പൊ രണ്ടുപേരും രണ്ട് വിഭാഗക്കാരെ ഒരുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും എന്താഗ്രഹമില്ല? യുദ്ധം ആഗ്രഹമില്ല. രണ്ടുപേരും സമാധാനം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അവരെന്താകുന്നു? അവര് അതിന്റെ പിടിയിൽ വന്നിരിക്കുന്നു. I think that is what every soldier wants on both sides, Hansu said. Take a Jim person. I shall never forget this moment nor you. He saluted and walked away from me slowly. Unwillingly I felt. He turned to where just one and then became one of the hundreds of grey-coated men drifting back towards their trenches. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിൽ ചെന്ന് എത്തിച്ചേരാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? I think that is what every soldier wants. എല്ലാ സോൾജേഴ്സിനും അത് തന്നെയാണ് വേണ്ടത്, അല്ലെ എല്ലാ പട്ടാളക്കാർക്കും അത് തന്നെയാണ് വേണ്ടത്. അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് അവരുടെ വീടുകളിൽ എത്തിയാൽ മതി, അവരുടെ ഫാമിലിക്കൊപ്പം ചെന്ന് ചേർന്നാൽ മതി. ആർക്കും എന്താ ആഗ്രഹമില്ല? ഈ യുദ്ധം ആഗ്രഹമില്ല. Take care, Jim person, അല്ലെ എന്നിട്ടോ I shall never forget this moment. ഈ മൊമെന്റ്, ഈ സമയം I shall never forget. ഞാൻ ഒരിക്കലും മറക്കില്ല. നോ യു, നിന്നെയും ഞാൻ ഒരിക്കലും മറക്കില്ല.
He saluted and walked away from me slowly, unwillingly. He saluted me. അദ്ദേഹം എന്നെ സല്യൂട്ട് ചെയ്തിട്ട് എന്താണ് walked away from me. അല്ലെ എന്നിൽ നിന്നും നടന്നു പോയി. Slowly. എങ്ങനെയാണ് നാം പോയത്? പതിയെ. Unwillingly I felt. അല്ലെ എനിക്ക് തോന്നി അദ്ദേഹം unwillingly ആണ്, മനസ്സിലാമനസ്സോടെയാണ്. അല്ലെ അദ്ദേഹത്തിന് വീണ്ടും ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ തന്നെ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെ അപ്പൊ അദ്ദേഹം എന്താണ് മനസ്സില്ലാ മനസ്സോടെ നമ്മളിൽ നിന്ന് നടന്ന് അവിടെ ഫ്രഞ്ചിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. He turned away just once. അല്ലെ ഒരിക്കൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തു? തിരിഞ്ഞ് വേവ് കൈ വീശി കാണിച്ചു. Then became one of the hundreds of grey-coated men drifting back towards the trenches. എന്നിട്ട് ആ ട്രെഞ്ചസിലേക്ക് പോകുന്ന നൂറുകണക്കിന് ഗ്രേ കോട്ട്സിൽ ഒരാളായി അദ്ദേഹവും തിരിച്ചു പോകും. That night, back in our dugouts. അല്ലെ ആ രാത്രി നമ്മുടെ ഡഗൗട്ട്സിൽ ഇരിക്കുമ്പോൾ we heard them singing a carol. അവർ ഒരു carol പാടുന്നത്, അല്ലെ ഒരു ക്രിസ്മസ് ഗാനം പാടുന്നത് നമ്മൾ കേട്ടു. And singing it quite beautifully. അവർ അത് വളരെ മനോഹരമായി തന്നെയാണ് പാടുന്നത്. It was still nashed silent night. അല്ലെ എന്ന് പറയുന്നത് കരോൾ ഗാനമായിരുന്നു. ആ കരോൾ ഗാനത്തിന്റെ പേരാണ്. Our boys gave them a rousing chorus of while shepherds watched. അല്ലെ അപ്പോൾ shepherds watched അല്ലെ എന്ന് പറയുന്ന ലൈൻ എത്തുമ്പോൾ നമ്മുടെ ബോയ്സ് എന്ത് ചെയ്യും? അവർക്ക് ഒരു കോറസ് പാടിക്കൊടുക്കും. അല്ലെ അവരുടെ കൂടെ ഏറ്റുപാടും. ഇവരും ആ ലൈൻ ഏറ്റുപാടും. പിന്നെയോ we exchanged carols for a while. അല്ലെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ carols എക്സ്ചേഞ്ച് ചെയ്തു. Then we all fell silent. നമ്മളെല്ലാവരും നിശബ്ദരായി. We had our time of peace and goodwill. And a time will pressure as long as I live. അല്ലെ എന്നിട്ട് പറയാണ് we had our time. നമ്മുടെ സമയം കഴിഞ്ഞു പോയി. എങ്ങനെയുള്ള സമയം? Time of peace and goodwill. അല്ലെ സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഗുഡ്വില്ലിന്റെയും സമയം കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. And എന്താണ് ടൈം ഐ വിൽ ട്രഷർ as long as I live. As long as I live. എത്ര കാലത്തോളം ജീവിക്കുന്നോ അത്രയും കാലം ഐ വിൽ ട്രഷർ ദിസ് ടൈം. അല്ലെ ഈ സമയം ഞാൻ എന്ത് ചെയ്യും? എന്താണ് ട്രഷർ ഒരു നിധി പോലെ കാത്തിരിക്കും. ഡിയറസ്റ്റ് കോണി, by Christmas time next year, അടുത്ത വർഷം ക്രിസ്മസ് ആകുമ്പോഴേക്ക് this war will be nothing. അല്ലെ ഈ യുദ്ധം ഒന്നുമല്ലാതെ ആകും. But a distant and terrible memory. വളരെ ദൂരെയുള്ള ഒരു terrible memory മാത്രമായി, ഒരു ഭയാനകമായ ഓർമ്മ മാത്രമായി യുദ്ധം അവസാനിക്കും. അല്ലെ അപ്പൊ അടുത്ത വർഷം ക്രിസ്മസ് ആകുമ്പോഴേക്കും ഈ യുദ്ധമൊന്നും ഉണ്ടാകില്ല, ഇതൊക്കെ ഉടനെ തീരും. അടുത്ത വർഷം ആകുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും? എന്താണ് വളരെ അകലെ നിൽക്കുന്ന അല്ലെ ഒരുപാട് നാൾക്ക് മുമ്പ് നടന്ന ഒരു ഭയാനകമായ ഓർമ്മയായിട്ട് ഈ യുദ്ധം മാറും. എന്നിട്ടോ I know from all that happened today how much both armies long for peace. അത് പറയാനുള്ള കാരണം എന്താണ്? I know from all that happened today. ഇന്ന് സംഭവിച്ച കാര്യം വെച്ചിട്ട് that how much both armies long for peace. രണ്ട് ആർമികളും രണ്ട് സൈനികരും സമാധാനത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. അല്ലെ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. We shall be together again soon. I am sure of it. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഒരുമിക്കും. അല്ലെ ഞാൻ വീണ്ടും നിന്നെ കണ്ടുമുട്ടും. I am sure of it. അല്ലെ അതിലെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്